ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്മനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്മനീർപ്പൂവില്ല, അങ്ങനെ സുധീനെ നീലിമ തട്ടിക്കൊണ്ടുപോയി സുധീനെ രക്ഷിക്കാനുള്ള ഉപായം തേടി ശ്രുതി മീരയുടെ അടുത്തേക്ക് വന്നേക്കാണ്. മീരയെ ശ്രുതിയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീലിമയുടെ കോൾ വന്നിട്ട് പറഞ്ഞല്ലോ 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ കട അവളുടെ പേർക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ സുധീനെ രക്ഷിക്കുക, ഇല്ലെങ്കിൽ സുധീനെ നീലിമ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ ഭീഷണിപ്പെടുത്തിയേക്കാണ് നീലിമ. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരത്തിലാണ് ഇന്നലത്തെ ചെമ്മനീർപ്പ് അവസാനിക്കുന്നത്. അങ്ങനെ ശ്രുതി മീര കൂടി സംസാരിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യുക, ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗ്ഗം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക, 50 ലക്ഷം രൂപ നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കുക എന്നൊക്കെ ചോദിക്കേണ്ട മീര. അവളെന്തായാലും കൊടുത്തില്ലെങ്കിൽ എൻ്റെ സുധിയെ കൊല്ലും, സുധിയെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല, സുധീനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. മീര എന്താടി ചെയ്യുക, നീ എന്താ ഇതിനൊരു വഴി കണ്ടുപിടിക്കുക ചോദിക്കുമ്പോൾ ഒരു സച്ചിയോട് പറയാമെന്ന് പറയണം. സച്ചിയോട് പറയാമെന്ന് ഞാൻ ആലോചിക്കുകയല്ല, പക്ഷെ സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ കട തുടങ്ങി എന്നുള്ള സത്യം പുറത്ത് വരുന്നതോട് കൂടിയിട്ട് അത് വലിയ ഇഷ്യൂ ആവും, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് പറയാണ് ശ്രുതി മീരയോട്. അപ്പോൾ എന്നാൽ നമുക്ക് ഇനി ഒരു കാര്യം കഴിഞ്ഞാൽ ഒരൊറ്റ മാർഗ്ഗം ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആൻ്റണീനെ കാണാമെന്ന് പറയാണ് ശ്രുതി. ആൻ്റണീനെ കണ്ടാലോ എന്ന് ആലോചിക്കാൻ ആൻ്റണിയോട് ഇത് പറഞ്ഞ് ആൻ്റണി ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരും, അവർ രക്ഷിച്ചോളൂ സുധീനെ എന്ന് പറയാണ്. അപ്പോൾ മീര പറയും അത് നീലിമ അറിഞ്ഞ പ്രശ്നമാവില്ലേ ശ്രുതി ചോദിക്കുക, നീലിമ അറിയാതെ ഹാൻഡിൽ ചെയ്യണം. ആൻ്റണിയോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ ആൻ്റണി എന്തായാലും അതിനൊരു പോംവഴി കണ്ടുപിടിക്കാതിരിക്കില്ല. പറയണം അവന് പൈസ കൊടുക്കാമല്ലോ, പൈസ കൊടുത്തിട്ട് അവനെ നമുക്ക് ഏൽപ്പിക്കാമല്ലോ എന്ന് പറയാണ് ശ്രുതി. അങ്ങനെ ആൻ്റണിയുടെ അടുത്ത് പോവാനുള്ള തീരുമാനമാണ് അവരെടുക്കുന്നത്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ശ്രുതിനെ കാണാതെ അച്ചമ്മയും സച്ചിയും രവീന്ദ്രനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇത്ര നേരമായില്ല പോയിട്ട് എന്താ വരാത്ത, മാർക്കറ്റിൽ പോയവർ എത്ര സമയം വേണോ, അവൾ നമ്മളെ പറ്റിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രവീന്ദ്രനോട് അച്ചമ്മ. അപ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്ര കണ്ടുപിടിച്ച് മരുമോളല്ലേ, ഇതിലും കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയാമല്ല, മാർക്കറ്റിൽ നിന്ന് നല്ല മീനൊക്കെ നോക്കി സെലക്ട് ചെയ്യേണ്ട അമ്മേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ പഠിച്ച കളിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇനിയിപ്പോൾ എന്തായാലും മീൻകറി കൂട്ടിയിട്ട് ചോറുണ്ണാൻ പറ്റും തോന്നുന്നില്ല പറയുന്നത് രവീന്ദ്രൻ. മീൻ മേടിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ നല്ല മീൻകറി കൂട്ടി ഉച്ചയ്ക്ക് ഊണായി വിചാരിച്ചിട്ടാണ് ഞാൻ ശ്രുതിയോട് മീൻ മേടിച്ചോളാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഉച്ചത്തേക്കുള്ളത് നോക്കാമെന്ന് പറയണം. അപ്പോൾ സച്ചി ചോദിക്കും, ഞാൻ സഹായിക്കണം അച്ഛമ്മ, ഇനിയിപ്പോൾ പാർലേട്ടത്തിൽ കാത്തു നിന്നാൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ശരിയാവില്ല, ഞാൻ സഹായിക്കണം അച്ഛമ്മ ചോദിക്കുമ്പോൾ വേണ്ടടാ അപ്പോൾ രവീന്ദ്രൻ പറയും, വേണ്ടടാ ഞാൻ ഒരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചി പറയുന്നുണ്ട് രേവതി അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല അച്ഛ, അവരെ ഞാൻ കണ്ടുപിടിച്ച നിയമത്തിന് മുമ്പിൽ ഞാൻ കൊണ്ടുവരും, രേവതിക്ക് ഈ ഒരു അവസ്ഥയായവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയണമോ. രേവതിക്ക് മരുന്ന് കൊടുക്കാനുള്ള സമയമായി അച്ഛൻ, ഞാൻ അവളുടെ അടുത്തേക്ക് പോട്ടെ എന്ന് പറയണം. അപ്പോൾ സച്ചിയുടെ ഒരു കെയറിങ് ആണ് അവിടെ തെളിഞ്ഞു കാണുന്നത്, ഭാര്യയോടുള്ള ഒരു കെയറിങ് ആണ് അവിടെ കാണുന്നത്. എന്നിട്ട് അങ്ങനെ സച്ചി മരുന്ന് കൊടുക്കാൻ വേണ്ടി രേവതിയുടെ അടുത്തേക്ക് പോവുക. രേവതിയുടെ അടുത്ത് പോയിട്ട് രേവതിക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി ചോദിക്കും, സച്ചിയോട് പറയണ്ട് രേവതി പറയണ്ട്, സച്ചിയേട്ടൻ ഇങ്ങനെ ഇരുന്നാൽ മതി, എന്നെ മാത്രം നോക്കി ഇരുന്നാൽ മതിയോ, നമുക്ക് ജീവിക്കണ്ടേ, സച്ചിയേട്ടൻ വണ്ടി എടുക്കണില്ലേ ചോദിക്കുമ്പോൾ ഞാൻ വണ്ടി എടുക്കണില്ല, നിനക്ക് എന്താ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കണം സച്ചി. ബുദ്ധിമുട്ടായിട്ടല്ല, നമ്മൾ രണ്ടുപേരും ഒരു ജോലി ഇല്ലാതെ ഇവിടെ ഇരുന്നാൽ ശരിയാവോ സച്ചിയേട്ടാ, നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ്, നമുക്ക് മോളിലൊരു റൂം എടുക്കണ്ടേ, നമുക്കതിന് പൈസ വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് സച്ചിയേട്ടനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നല്ല എന്ന് പറയണേ രേവതി. അപ്പോൾ സച്ചി ചോദിക്കും രേവതിയോട്, രേവതി ഞാനൊരു കാര്യം ചോദിക്കും. അപ്പോൾ എന്താ സച്ചിയേട്ടാ പറയുമ്പോൾ നിനക്ക് എന്നെ കെട്ടിയത് അബദ്ധമായി തോന്നുന്നുണ്ടോ, എന്നെ കെട്ടിയതുകൊണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നിനക്ക് തോന്നുന്നുണ്ടോ, ഒരു ഒന്നിനും കൊള്ളാത്തവൻ്റെ മുമ്പിലാണ് എൻ്റെ കഴുത്ത് നീട്ടി തന്ന ഈശ്വരാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രേവതി ചോദിക്കണം. അപ്പോൾ രേവതി കരഞ്ഞിട്ട് പറയാം, ഞാൻ ഒരിക്കലും അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ എനിക്കിങ്ങനെ ഒരു കല്യാണം, ദൈവമേ ഇതെന്തൊരു കുരുക്കാണല്ലോ എൻ്റെ കഴുത്തിൽ കുടുങ്ങിയേക്കുന്നത്, എനിക്കിനി ഇതിന്ന് ജീവിതകാലം മുഴുവൻ രക്ഷയില്ലേ, ഞാൻ ഏത് സമയത്താണ് ഞാൻ ഇതിന് കഴുത്ത് നീട്ടി കൊടുത്തതെന്നൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു സച്ചിയേട്ടാ, പക്ഷെ പിന്നീട് നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ വിചാരിക്കണത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാ, എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിരുന്നു ഞാൻ അന്ന് എടുത്തത്, ശരിക്കും ഈ കല്യാണം അന്ന് നടന്നില്ലായിരുന്നെങ്കിൽ എനിക്കതൊരു വലിയ നഷ്ടമായേനെ, ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ ഒരു തീരുമാനം ഞാൻ എടുത്തതിലാണ്, എൻ്റെ ജീവിതത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഏറ്റവും നല്ല തീരുമാനം അതായിരുന്നു എന്ന് പറയാണ്. ഒരിക്കലും ഞാൻ സച്ചിയേട്ടനെ അങ്ങനെ സ്നേഹത്തിന് ഞാൻ ഒരിക്കലും അങ്ങനെ വില കുറച്ച് കണ്ടിട്ടില്ല, എനിക്കറിയാം സച്ചിയേട്ടനെക്കാട്ടിലും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് അറിയണം. അയ്യോ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, നമ്മൾ മുകളിൽ മുറി കെട്ടും, നീ കൊണ്ട് വിഷമിക്കണ്ട സച്ചിയേട്ടൻ. ഞാൻ സച്ചിയേട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ, ആ ചോദിക്ക് രേവതി, എന്നെ ഇവിടെ വന്നിട്ട് ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാലോ എന്നുള്ള പേടി കൊണ്ടല്ലേ സച്ചിയേട്ടൻ എൻ്റെ അടുത്തുനിന്ന് മാറാതെ നിൽക്കണേ ചോദിക്കണേ രേവതി. അപ്പോൾ സച്ചി ഒന്നും മിണ്ടില്ല, കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറയും,
സത്യം പറഞ്ഞാൽ അതാണ് രേവതി. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ ഇപ്പോൾ റോട്ടിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചവർ നീ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിലാന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. എനിക്ക് ആ പേടി നല്ലോണം ഉണ്ട്. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല രേവതി. അതുകൊണ്ടാണ് ഞാൻ ജോലി പോലും വേണ്ട വെച്ചിട്ട് നിന്നെ നോക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമ. അതുകൊണ്ട് ഞാനൊരിക്കലും നിന്നെ വിട്ടു പോകുന്നു നീ വിചാരിക്കേണ്ട. നിൻ്റെ മാറണ വരെ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയാണ്. അത് കഴിഞ്ഞ് ശ്രുതി മീരിയും കൂടിയിട്ട് ആൻ്റണിയുടെ അടുത്തേക്ക് പോവാണ്. ആൻ്റണിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ആൻ്റണി ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യണം, ഇങ്ങനെ ശ്രുതി ഇന്ന ആളുടെ കസ്റ്റഡിയിലാണ്, രക്ഷിക്കണം എന്ന് പറയണം. അപ്പോൾ പറയാം, സാധാരണ ഞാൻ ഇപ്പോൾ ഈ കൊട്ടേഷനുകളൊന്നും എടുക്കാറില്ല, പക്ഷേ ശ്രുതി പറയുമ്പോൾ എങ്ങനെ പറ്റില്ല എന്ന് പറയാം. പക്ഷേ ഒന്നുണ്ട്, ഞാൻ അന്ന് അപ്പോൾ പറയാം, ആൻ്റണി നവീൻ ദാസിനെയൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ല, ആൻ്റണിക്ക് എന്നെ സഹായിക്കാൻ കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നീലിമയുടെ കയ്യിൽ നിന്ന് എങ്ങനെ സുധീനെ രക്ഷിക്കണം എന്ന് പറയണം. അപ്പോൾ ആൻ്റണി പറയാണ്, ശരിയാണ്, നവീൻ ദാസിനെ പോലീസിനോട് പിടിപ്പിച്ചത് ഞാനാണ്, അതിന് ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന് കുറച്ച് പൈസ ചിലവാകട്ടെ, ഇതിന് കുറച്ച് റിസ്ക് ഉണ്ട്, ഇതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണുണ്ട്, അതുകൊണ്ട് നല്ലോണം പൈസ ചിലവാകും പറയാം. അപ്പോൾ ശ്രുതി പറയും കുഴപ്പമില്ല. അപ്പോൾ മീര പറയും, സാരില്ല ആൻ്റണി, എത്ര രൂപ ചിലവാണെങ്കിലും ശ്രുതി തരും, ദയവ് ചെയ്ത് അവളുടെ സുധീനെ രക്ഷിച്ചു കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ ആൻ്റണി പറയും, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ കേൾക്കാതിരിക്കുക, നോക്കാം, നമുക്ക് ശ്രമിക്കാം, പക്ഷേ നിങ്ങൾ എന്ത് കാറിൻ്റെ നമ്പറൊന്നും നോട്ട് ചെയ്യാതെ ഞാൻ എവിടെ നിന്ന് വെച്ചിട്ട് അന്വേഷിക്കാൻ പറയും. അപ്പോൾ മീര പറയും, കറുത്ത കാറാണ്, അതിൻ്റെ ബാക്കിലൊരു ശൂലത്തിൻ്റെ സ്റ്റിക്കർ ഉണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്, അതൊക്കെ തെളിവ് വെച്ചിട്ട് ആൻ്റണിയുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാമല്ലോ, ആ തെളിവ് വെച്ചിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ചോദിക്കുമ്പോൾ ആൻ്റണി പറയാം, നീ എന്നെ പഠിപ്പിക്കേണ്ട, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയാം മീര എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നിട്ട് മീരയോട് ചൂടാവുകയാണ്. അങ്ങനെ അവർ ആൻ്റണി ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് സുധീനെ രക്ഷിക്കുക എന്നുള്ള വാക്ക് ആൻ്റണിയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടാണ് മേരിയും ശ്രുതിയും കൂടിയിട്ട് അവിടെ നിന്ന് മടങ്ങണത്. ഈ സമയത്ത് സുധി കൈ കസേര കെട്ടിയിട്ടാണ് സുധി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, കൈയൊക്കെ പിടിച്ചിട്ട് ഇതാക്കേണ്ട, കസേരന്ന് ഊരിയെടുക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉള്ളവരോട് പറയേണ്ടത്, എന്നൊന്ന് അയച്ചു വിടണം, നിങ്ങൾ എന്താ ഈ ചെയ്യണം, എന്നൊന്ന് അയച്ചു വിട് പറയുമ്പോൾ നീലിമ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇരിക്കുന്നത്, ഒരിക്കലും നടക്കില്ല സുധി, നിൻ്റെ പാഴ്മോഹം മാത്രമാണിത്, നീ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിനക്ക് രണ്ട് വഴികളൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒന്ന്, നിൻ്റെ ഭാര്യ 50 ലക്ഷം രൂപ കൊണ്ടുവരണം, 2, ആ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചന്ദ്ര ഹോം അപ്ലയൻസസ് എന്നുള്ള ഷോറൂം എൻ്റെ പേരിൽ എഴുതി തരണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലാണ് പറ്റുള്ളൂ. അപ്പോൾ നീലിമയ്ക്ക് ശ്രുതിയുടെ ഫോൺ വരികയാണ്. അപ്പോൾ ചോദിക്കുക, നീ ഇത്ര വേഗം പൈസ റെഡിയാക്കിയ ശ്രുതി, ഞാൻ വിചാരിച്ചില്ല, അപ്പോൾ നീ മിടുക്കുകയാണല്ലോ, ഞാൻ വിചാരിച്ചതിനേക്കാളും പറയണം. അപ്പോൾ നീലിമോട് ശ്രുതി പറയും, പൈസ റെഡി ആയിട്ടില്ല നീലിമ, ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും രാത്രി 12 മണി വരെ സമയമുണ്ടല്ലോ, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പൈസ റെഡിയാക്കി തന്നെ ചെയ്യും, അതിനുള്ളിൽ എൻ്റെ സുധീനെ നീ ഒന്നും ചെയ്യരുത് പറയാണ്. അപ്പോൾ നീലിമ പറയാണ്, ഇല്ല, നിൻ്റെ ഹസ്ബൻഡിൻ്റെ 12 മണി വരെ ഞാനൊന്നും ചെയ്യില്ല, അതിനുള്ളിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല, പിന്നെ നിനക്ക് ജീവനോട് കാണേണ്ടി വരില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയാം, ഒരിക്കലും ഒന്നും ചെയ്യരുത്, ശ്രുതിനെ ഞാൻ കൊല്ലും, അതിനുള്ള തോക്കായിട്ടാണ് ഇവിടെ ആളുകൾ റെഡിയായിട്ട് നിൽക്കണം പറയണം. അപ്പോൾ ശ്രുതിയാക്കാൻ ഞെട്ടാണ്, ഇല്ല, ഞാൻ പൈസ കൊണ്ട് വരാം, ഒന്നും ചെയ്യാതെ എനിക്ക് ശ്രുതിയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ ചോദിക്കണം, അതൊന്നും നടക്കില്ല, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് ശ്രുതിയോട് പറയണം നീലിമ, ശ്രുതി, നീ ഇങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യം ആലോചിക്കാതെ നീ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നത്, നീ എന്നെ ചതിച്ചോടിപ്പോയതല്ലേ, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചു ചോദിക്കുകയാണ് ശ്രുതി, നിൻ്റെ ആത്മാർത്ഥതയൊക്കെ എനിക്കറിയാം, നീ അന്നും വലിയ കള്ളത്തരങ്ങളുടെ മാത്രം ഉസ്താദായിരുന്നു, നീ കള്ളനാന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറാൻ തീരുമാനിച്ചത്, നീ എന്താ വിചാരിച്ച്, അപ്പോൾ പറയും, നീ എന്നെ 50 ലക്ഷം കൊണ്ട് മുടങ്ങിയത്, നീയല്ല എന്നെ വഞ്ചിച്ചത് നീലിമ, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചു, മതി നിൻ്റെ ആത്മാർത്ഥം എന്ന് പറയണത്, നീ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തണതിൻ്റെ ഉള്ളിൽ നീ നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിക്കുക, നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക, അന്നൊക്കെ എത്ര സ്നേഹമായിട്ടാണ് നീ എന്നോട് പെരുമാറിയായിരുന്നു, നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലേ ജീവിച്ചത്, നീ ആ നല്ല നിമിഷങ്ങളൊക്കെ ചിന്തിക്കുക, നമ്മൾ എന്തോ ഒരു സന്തോഷവും സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ ഞാൻ നല്ല നിമിഷങ്ങളൊക്കെ ചിന്തിക്കുക സുധി, നീ വെറുതെ എന്തിനാ ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ള വിചാരിക്കണം, നീ ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമില്ല, നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല, നിനക്ക് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അതെ ഇവനെങ്ങാനും കൊല്ലേണ്ട അവസ്ഥ വന്നവനെ കുഴിച്ചിടാനുള്ള ഭാഗങ്ങളൊക്കെ റെഡിയാക്കി, പിന്നെ അതൊരു ഈച്ച പോലെ അറിയാത്തോടത്ത് കുഴിച്ചിടാന്നൊക്കെ പറയണം. അപ്പോൾ സുധി വിചാരിക്കാൻ, ശ്രുതിക്ക് ഒരിക്കലും 50 ലക്ഷം ഉണ്ടാക്കാൻ പറ്റില്ല, എന്തായാലും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഞാൻ മരിക്കും തന്നെ ഉറപ്പാണ്. അങ്ങനെ സുധീനെ രക്ഷിക്കാനുള്ള കരുനീക്കമായി ശ്രുതിയും സുധിയുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കാനുള്ള കരുനീക്കമായി നീലിമയും, അങ്ങനെ അവരുടെ ഇടപെടലുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ക്ലൈമാക്സ് അതാണ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ ഇന്നും പറയണം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്